ഹായ് ഗൈസ്, ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ആൽക്കമി ഓഫ് സോൾസ് എന്ന് പറഞ്ഞ സീരീസിന്റെ സെക്കൻഡ് സീസൺ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു 3 ആൾക്കാർ നമ്മുടെ ജിൻചോയുടെ വീട്ടിലായിട്ട് കള്ളം കൊണ്ടുവരുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ജിൻചോയി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ആ കള്ളിന്റെ ആ ബോട്ടിലില്ലേ അതെല്ലാം അങ്ങ് നശിപ്പിച്ചു കളയും. എന്നിട്ട് പറയും വീണ്ടും ഉണ്ടായിക്കൊണ്ടുവരാൻ. എന്നാൽ അവിടെ നിൽക്കുന്ന ആള് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇനി വെള്ളമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ ജിൻചോയി ആണെങ്കിൽ അക്കൂട്ടത്തിലുള്ള ഒരുത്തരെയും വിളിച്ച് അകത്തോട്ട് കൊണ്ടുവരും. അവനെ ആ ഗാർഡനിൽ നിർത്തിയിട്ട് എല്ലാവരും അവൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകും. ആ സമയത്ത് തന്നെ അവിടെയായിട്ടൊരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി കയറി വരും. അവള് വേറെ ആരുമല്ല, നമ്മുടെ നക്സുവിന്റെ ബോഡിയിൽ ജീവിക്കുന്ന ജിൻചോയുടെ ചേച്ചിയായിട്ടുള്ള ബുയോങ് ആയിരുന്നു. അവളെ കണ്ടു കഴിഞ്ഞാൽ നക്സുവിനെ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഫസ്റ്റ് സീസണിന്റെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്, അതായത് നമ്മുടെ മുതോക്ക് വെള്ളത്തിൽ വീഴാൻ നേരത്ത് അവളുടെ ബോഡിനെ ആരോ രക്ഷിക്കുന്നത്. ഇവളാണെങ്കിൽ ഈ ചെറുക്കൻ്റെ അടുത്ത് വന്ന് കയ്യിലിരിക്കുന്ന ആ കള്ളിന്റെ ബോട്ടിലില്ലേ അത് വാങ്ങി അങ്ങ് കുടിക്കും. ഇവനാണെങ്കിൽ ഇവളുടെ സൗന്ദര്യത്തിൽ ഭയങ്കരമായിട്ട് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും ഉണ്ടോയെന്ന് ചോദിക്കും. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അവൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയുള്ളവരത്തെല്ലാം പറയും ഞാനൊരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടീനെ ആ ജിൻ ഫാമിലിയിൽ കണ്ടു എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു സോൾ ഷിഫ്റ്റിന്റെ ബോഡി വന്ന് വീഴും. ഇത് കാണുന്ന അവന്മാർ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ അവരടുത്തുള്ളൊരു വീട്ടിൽ കയറുന്നതും അവിടെ ഒരുപാട് സോൾ ഷിഫ്റ്റേഴ്സിന്റെ ബോഡി അടക്കുന്നത് കാണും. അവർ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വരും. അവൻ വന്നിട്ട് ഇവന്മാരത്ത് ചോദിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഈ മന്ത്രം എന്തുവാ എന്ന്. അപ്പൊ അവര് പറയുന്നത് തന്നെ ഞങ്ങൾ നക്സുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഈ മന്ത്രം കൂടെ കൊണ്ട് നടക്കുന്നേ എന്നാ. ജിയാങ് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു സോൾ ഷിഫ്റ്റർ വന്നിട്ട് നമ്മുടെ ജിയാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും ജിയാങ് അവിടെ ഒരു പ്രത്യേകതരം മന്ത്രം യൂസ് ചെയ്യും. ഇത് കാണുന്ന ആ സോൾ ഷിഫ്റ്റർ പറയും ഓഹോ നിനക്ക് ഈ മന്ത്രം അറിയാല്ലേ, അതിന്റെ അർത്ഥം നീയും ഒരു സോൾ ഷിഫ്റ്റർ ആണെന്നല്ലേ, നീയും എന്നെ പോലെ ഒരു മോൺസ്റ്റർ ആണെന്ന് നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് പറയും. അവൻ വേഗം തന്നെ ഈ സോൾ ഷിഫ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ നോക്കും. അപ്പോഴും നമ്മുടെ ജിയാങ്ങിനാണെങ്കിൽ അയാളുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അവന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരും. അവനവിടെ പറയും നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മോൻ്റെ അടുത്ത് ചെയ്തത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് നമ്മുടെ മുതോക്കിന്റെ ആ ഒരു ശവകുടീരം ഇല്ലേ അതിന്റെ അടുത്തായിട്ട് വന്നിരുന്ന് കുടിക്കുന്നതാണ്. അവനവിടെ പറയും നക്സു ഇനി ഒരു പക്ഷേ നീ തിരിച്ചു വന്നാലും എനിക്ക് നിന്നെ ഒരിക്കലും കാണണമെന്നില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ആ നക്സുവിന്റെ ബോഡിയിലുള്ള ബുയോങ് ഇല്ലേ അവളെ കാണിക്കും. നമുക്ക് അവളെ ബുയോങ് എന്ന് തന്നെ പറയാം. അവളും അവിടെ ലോൺലി ആയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെയായിട്ടൊരു സോൾ ഷിഫ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പാക്ജിൻ അവിടേക്ക് വരും. അവന്റെ ആൾക്കാരും ഉണ്ട്. ആ സോൾ ഷിഫ്റ്റർ ഇപ്പോൾ നേരെ വന്നിരിക്കുന്ന തന്നെ നമ്മളുടെ ആ ജിൻ ഫാമിലി ഇല്ലേ അവിടേക്കായിരുന്നു. പാക്ജിൻ വന്നിട്ട് അവിടെ വന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ജിൻചോയിയാണ് വന്ന് വാതിൽ ഉറക്കുന്നത്. അവളെ കാണുന്നത് പാക്ജിൻ ഭയങ്കര ഇമോഷണൽ ആവും. അവൻ പറയും നമ്മൾ രണ്ടുപേരും ഇപ്പൊ കണ്ടിട്ട് തന്നെ 3 വർഷത്തോളം ആയി എന്ന്. എനിക്ക് അകത്തോട്ടൊന്നും കാരണം ഒരു സോൾ ഷിഫ്റ്റർ അകത്ത് വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ജിൻചോയി അതിന് സമ്മതിക്കത്തില്ല. അവിടെ നമ്മുടെ പാക്ജിൻ പറയുന്നുണ്ട് നീ എനിക്ക് ഒരവസരം കൂടി തന്നൂടെ, ഞാൻ എന്ത് വേണമെങ്കിലും പ്രായശ്ചിത്തമായിട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ ജിൻചോയി ഇപ്പോഴും ഭയങ്കര റൂഡായിട്ടാണ് നിൽക്കുന്നത്. അവിടെയായിട്ട് പെട്ടെന്ന് ടൈം സ്ലോ ആവുന്ന പോലെ കാണിക്കും. അവിടേക്ക് നമ്മളുടെ ജിയാങ് ഇല്ലേ അവൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആ വീടിന്റെ അകത്ത് കയറുന്നതും കാണിക്കും. ഇവിടെ നമ്മളുടെ ജിൻചോയി ചോദിക്കും ഇപ്പൊ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന്. അപ്പൊ നമ്മളുടെ പാക്ജിൻ പറയും ഒരു പക്ഷേ ജിയാങ് ആയിരിക്കും എന്ന്. അവൻ വേഗം തന്നെ ആ വീട്ടിനകത്ത് കയറിയിട്ട് ആ സോൾ ഷിഫ്റ്റർ ഇല്ലേ അതിനെ എങ്ങ് കൊന്നു കളയും. അവൻ അതിന്റെയും പാസ്റ്റ് എല്ലാം മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവനൊരു സ്പെഷ്യൽ റൂം കാണും. വന്ന് കയറുമ്പോൾ അവിടെ നമ്മളുടെ ബുയോങ്ങിനെ കാണും. അവിടെ അവളാണെങ്കിൽ ഒരുമാതിരി വിയേർഡായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ഇവന് കണ്ടിട്ടൊന്നും മനസ്സിലാവത്തില്ല. അവൻ പറയും നിനക്ക് പ്രാന്താ എന്ന്. ഇവിടെ നമ്മുടെ ബുയോങ് അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും. നീ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുവാണെങ്കിൽ അപ്പോഴും ഞാൻ പറയാം ഞാൻ യഥാർത്ഥത്തിൽ ആരാ എന്ന്. നിന്റെ കയ്യിൽ ആകാശത്തിലെയും ഭൂമിയിലെയും എല്ലാ പവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഐസ്റ്റോണിന്റെ മണമാണെന്ന് പറഞ്ഞിട്ട് ബുയോങ് അവനെ മണപ്പിച്ചൊക്കെ നോക്കും. ജിയാങ് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ പറയും നിനക്ക് പ്രാന്താന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജിൻചോയി എവിടേക്ക് വരും. അവളുടെ പേടിയെന്ന് വെച്ചാൽ അവളുടെ ചേച്ചീനെ ഇനി ആരെങ്കിലും കണ്ടോ എന്നായിരുന്നു. അവൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബുയോങ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അവൾ അവിടെ നിന്ന് പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയാങ് അവിടേക്ക് വരും. അതായത് അവനോടൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ബുയോങ് കുറച്ച് സ്പെഷ്യലാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിയാങ് അവന്റെ വീട്ടിൽ വരുമ്പോൾ അവനെ കാത്ത് അവന്റെ വളർത്തമ്മ നിൽക്കുന്നതാ. ഇപ്പോഴും നമ്മളുടെ ജിയാങ് നക്സുവിന്റെ ആ സോഡില്ലേ അതും കൊണ്ട് തന്നെ നടക്കുന്നത്. അത് കഴിഞ്ഞ് അവനവന്റെ റൂമിൽ വന്നിരുന്ന് ഡ്രിങ്ക്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന് ചുറ്റുമായിട്ട് കുറെ ആത്മാക്കൾ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്നെ രക്ഷിക്കോ, എനിക്ക് ഐസ്റ്റോൺ തരുവോ, എനിക്കൊന്ന് ജീവൻ തരുവോ എന്നൊക്കെയാ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ വളർത്തമ്മയാണെങ്കിൽ ഗ്രാമത്തിലോട്ട് വരുന്നയാ. അവിടെ നമ്മുടെ പാക്ജിൻ ആണ് ഇപ്പോൾ ആ സ്കൂളൊക്കെ നല്ലതുപോലെ മാനേജ് ചെയ്ത് ലീഡർഷിപ്പ് ഏറ്റെടുത്തേക്കുന്നത്. അതേ
അതേപോലെ തന്നെ നമ്മുടെ യൂനില്ലേ അവളും എല്ലാവരും ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളർത്തമ്മ നേരെ വരുന്നത് പാർക്കിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളിപ്പോൾ ലീഡർഷിപ്പൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു വീടും അതേപോലെ കുറെ ഗാർഡനൊക്കെ ആയിട്ട് തനിച്ച് ഒരിടത്ത് താമസിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ പാക് ജിന്നില്ലേ അവൻ അറിയുന്നതാ ജിൻ ഫാമിലിയിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കാൻ പോവാന്ന്. ഇത് കേൾക്കുന്നേ അവൻ ഭയങ്കര ഷോക്കാവും. അവൻ വിചാരിക്കുന്നത് ജിൻചോയുടെ കല്യാണമാ എന്നാൽ നമുക്ക് ബൂയോങ്ങിനെ കാണിക്കും. അവളിപ്പോ ഒരു മതിലിന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ അകത്തോട്ട് കയറി വന്നിട്ട് അവളുടെ അടുത്ത് പറയും, മോളെ നിന്റെ കല്യാണം അടുത്താവാറായി, നിന്റെ ചെറുക്കനും നീയും ഇനി മുതൽ ഈ റൂമിൽ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത് എന്ന്. അവളും നല്ല സംശയത്തിലായിരുന്നു. അതായത് അങ്ങനെ ആരാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ്ങിനെയാ. അവനിപ്പോ 3 വർഷത്തിന് ശേഷമാണ് നമ്മളുടെ ഈ രാജ്യത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ കൂടെ തന്നെ വേറൊരുത്തനെയും കാണിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മാസ്റ്റർലി രാജാവിന്റെ അടുത്ത് വന്നിട്ട് ജിയാങ് കുറെ സോൾ ഷിഫ്റ്റേഴ്സിനെ കൊന്ന കാര്യം പറയുന്നയാ. രാജാവ് അവിടെ അവന് 1000 സ്വർണം കൊടുക്കുക എന്ന് പറയും. എന്നാൽ മാസ്റ്റർലി പറയുന്നത് ക്രൗൺ പ്രിൻസ് അവനത് സ്വന്തമായിട്ട് കൊടുക്കണം എന്നാ. ക്രൗൺ പ്രിൻസ് നമ്മുടെ മാസ്റ്റർലി എടുത്ത് വന്നിട്ട് ചോദിക്കും, അത്രയും സ്വർണം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര വലിയ പണക്കാരനായി പോകത്തില്ലേ എന്ന്. എന്നാൽ നമ്മുടെ മാസ്റ്റർലി അവിടെ ഓർമ്മിപ്പിക്കും, അവനാണ് കിങ് സ്റ്റാറോട് കൂടി ജനിച്ചത് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ബുയോങ് ഇല്ലേ, അവൾ ആ വീട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നതാണ്. അവളുടെ അനിയത്തിയായിട്ടുള്ള ജിൻചോയ് വന്ന് നോക്കുമ്പോൾ ബുയോങ് രക്ഷപ്പെട്ടത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ബുയോങ് ഇങ്ങനെ ഗ്രാമത്തിൽ കൂടി നടക്കുന്നതാണ്. അവക്കാണെങ്കിൽ ഇപ്പൊ അറിയേണ്ടത് അവളെ കല്യാണം കഴിക്കാൻ വന്നത് ആരാ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നേരെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നത് നമ്മുടെ മുദോക്കിന്റെ പണ്ടത്തെ ഫ്രണ്ട് ഇല്ലേ അവളുടെ അടുത്തായിരുന്നു. അവള് ചോദിക്കുന്നത് തന്നെ സിയോങ് ഫാമിലിയിലെ ചെറുക്കൻ ആരാ എന്ന്. അപ്പൊ അവള് പറയും, സിയോങ് ഫാമിലിയിൽ നിന്ന് സിയോങ് മാത്രമേ ഉള്ളൂ, അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക പെൺപിള്ളാരും കാത്തിരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു സംഭവം എടുത്തു കൊടുത്തിട്ട് പറയും, എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അവിടെ ഈ പെണ്ണ് പറയാൻ തുടങ്ങും, ഈ ഗ്രാമത്തില് 4 സുന്ദരൻ ചെറുക്കന്മാരാ ഉള്ളത്. ഒന്ന് നമ്മുടെ ക്രൗൺ പ്രിൻസ്, അതേപോലെ പാക് ജിന്ന്, സിയോങ്, അതേപോലെ നമ്മളുടെ ജിയാങ്. ഇവരുടെ അടുത്ത് എല്ലാവർക്കും ക്രഷാണ് എന്നൊക്കെ പറയും. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പെണ്ണാണെങ്കിൽ ഈ സ്വർണം കൊണ്ടുവന്ന് വേറൊരുത്തൻ്റെ കൊടുക്കും. എന്നാൽ അവനത് നോക്കിയിട്ട് പറയും, ഈ സ്വർണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ജിൻ ഫാമിലിയിലാണ്, മിക്കവാറും നിനക്കിത് കൊണ്ടു തന്നത് വല്ല കള്ളിയുമായിരിക്കും, കട്ടെടുത്തോണ്ട് വന്നതായിരിക്കും എന്ന്. ഇത് കേട്ട ഉടനെ നമ്മളുടെ ബുയോങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ പാക് ജിൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു കായലിന്റെ തീരത്തായിട്ട് വരുന്നത്. അവിടെയായിട്ട് അവളുടെ വീട്ടിലുള്ള ആ ജോലിക്കാരെ കാണുന്ന അവൾ പെട്ടെന്ന് തന്നെ ഒളിച്ചങ്ങിരിക്കും. അവൾ ഒളിച്ചിരുന്നത് തന്നെ ഒരു വള്ളത്തിലെ സാധനങ്ങളുടെ പുറകിലായിട്ടായിരുന്നു. അങ്ങനെ ആ വള്ളത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ സിയോങ് വരും. സിയോങ്ങിനെ കാണുന്നേ നമ്മളുടെ സോളില്ലേ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ബുയോങ് ആണെങ്കിൽ നമ്മളുടെ ജിയാങ്ങിനെ കാണും. അങ്ങനെ അവള് ജിയാങ്ങിനെ ഫോളോ ചെയ്ത് അവൻ ഏത് റെസ്റ്റോറൻറ്റിലാണോ വരുന്നത് അവിടേക്ക് വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ജിയാങ്ങിന് മനസ്സിലാവും, അവസാനം ഇവള് രക്ഷപ്പെടുക തന്നെ ചെയ്തല്ലോ എന്ന്. അവിടെ നമ്മുടെ ബുയോങ് പറയുന്നത് തന്നെ, എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് എൻ്റെ അമ്മ ട്രൈ ചെയ്യുന്നത്, എനിക്കെന്നാ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചും മൂടി കിടക്കാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് പുറത്തോട്ട് ഇറങ്ങണം, നീ എന്നെ സഹായിക്കൂ, നീ എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്ന് നമ്മുടെ ബുയോങ് അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിയോങ് ആണെങ്കിൽ ആ സ്കൂളില്ലേ അവിടെയായിട്ട് വരുന്നയാ. അവൻ വന്നിട്ട് നമ്മുടെ പാക്ജിന്റെ അടുത്ത് ചോദിക്കും, എന്താ ഇവിടെ എങ്ങും സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതെന്ന്. അപ്പോൾ അവൻ പറയും, 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാവരും ഇവിടെ വന്ന് പിരിഞ്ഞു പോയി, പിന്നീട് ആരും ഇവിടോട്ട് വന്നിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ഈ ബുയോങ് ഇല്ലേ അവളാണെങ്കിൽ ജിയാങ്ങിനെ ഒരുപാട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന അവളെ കല്യാണം കഴിക്കുമോ എന്ന്. എന്നാൽ നമ്മുടെ ജിയാങ്ങിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും, ഒന്നും പറയാൻ നിൽക്കത്തില്ല. എന്നാൽ നമ്മളുടെ ബുയോങ്ങിന്റെ കയ്യിലായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഭയങ്കരമായിട്ട് തിളങ്ങാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവളുടെ ഷോൾഡർ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ജിൻ ഫാമിലിയിലുള്ള ആ ജോലിക്കാരില്ലേ അവരെ കാണിക്കും. അവർ കയ്യിലായിട്ട് ഒരു ഗോൾഡൻ കളർ നൂല് പോലത്തെ സംഭവം വെച്ചിട്ട് ഇവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ബുയോങ് അവിടെ നിന്ന് ഇറങ്ങി ഒളിക്കാനായിട്ട് ഒരുങ്ങും. അവിടേക്ക് നമ്മളുടെ ജിയാങ് വരും. അവനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ബുയോങ്ങിന്റെ അടുത്ത് ചോദിക്കും, യഥാർത്ഥത്തിൽ നീ ആരാണ്? അവിടെ നമ്മുടെ ബുയോങ് പറയും, ഞാൻ ജിൻചോയുടെ ഏറ്റവും മൂത്ത ചേച്ചിയായിട്ടുള്ള ബുയോങ് ആണ് എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് പറയുന്നത്, ഓഹോ അപ്പൊ അവര് വീണ്ടും വേറെ ഏതോ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിട്ട് ബുയോങ് ആക്കിയിരിക്കുക അല്ലേ എന്ന്. അപ്പൊ അവള് പറയും, അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് യഥാർത്ഥ ബുയോങ്. എന്നാൽ നമ്മളുടെ ജിയാങ് അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുന്നത് നമ്മളുടെ
നമ്മളുടെ ബുയോങ് അവനെ തടയാൻ നോക്കും. എന്നാൽ അവനെ തടയാൻ പറ്റത്തില്ല. ബുയോങ്ങിന്റെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റില്ലേ അത് ഭയങ്കരമായിട്ട് ഗ്ലോ ആവുന്നുണ്ടായിരുന്നു. അവസാനം ആ ജിൻ ഫാമിലിയിലുള്ള ജോലിക്കാർ ഇവളെ വന്ന് പിടിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ പാർക്കിനെ കാണാൻ വേണ്ടിയിട്ട് സിയോങ്ങും പാക്ജിനും അതേപോലെ ജിയാങ്ങും വരുന്നതാണ്. അവിടെ പാർക്ക് ഉണ്ടാക്കിയ ഫുഡ് ഇവരെല്ലാവരും കഴിക്കും. ഇവരുടെ ഫേസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതൊട്ടും കൊള്ളത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ബുയോങ്ങിനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന സിയോങ്ങിന്റെ അങ്കിളാണ്. സിയോങ് ഇതറിയുന്നതും അവന്റെ അങ്കിളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ ഇത്രയും നേരമായിട്ട് ഇതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറയാഞ്ഞേന്ന്. അപ്പോഴേ അയാൾ പറയും, ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് തന്നെ ഈ ജിൻ ഫാമിലിയിലുള്ള മൂത്ത മോളായിട്ടുള്ള ബുയോങ്ങിനെയാണ്, അതുകൊണ്ടാണ് ഞാനത് സീക്രട്ട് ആക്കി വെച്ചേ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ബുയോങ്ങിനെയാണെങ്കിൽ ബ്രൈഡിനെ പോലെ ഒരുക്കിയിട്ട് അവളെ ഒരു വള്ളത്തിലായിട്ട് കയറ്റി വിടുന്നതാണ്. അതായത് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ എന്തൊക്കെ മാജിക് ഒക്കെ സംഭവിച്ചു. വെള്ളമൊക്കെ ഇങ്ങനെ കൂടി അവസാനം അവളുടെ ബോട്ട് തന്നെ കാണാണ്ടാവും. പിന്നീട് ആ ബോട്ടാണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഒരു കായലിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ജിയാങ്ങും അവിടെ നിൽക്കുന്നുണ്ട്. ഇവക്ക് സന്തോഷം കാരണം വയ്യായിരുന്നു. അവൾ വേഗം തന്നെ വന്ന് നമ്മുടെ ജിയാങ്ങിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അതേസമയം തന്നെ എല്ലാവരും നമ്മളുടെ ഈ ബോട്ടില്ലേ അതിങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബുയോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് പറയും, നീ എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോവുമോ. അപ്പോൾ നമ്മുടെ ജിയാങ് നോക്കും, അതെന്താ നിനക്ക് നടക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ അവൾ പറയുന്നതന്നെ ഈ ഡ്രസ്സിന് ഭയങ്കര വെയിറ്റ് ആണ്, എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജിയാങ് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിന്നെ എന്തിനാ ഇത്രയും നാളും പൂട്ടി വെച്ചത്. അപ്പോൾ നമ്മുടെ ബുയോങ് പറയും, എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാ എന്ന്. എന്നാൽ നമ്മുടെ ജിയാങ് ചോദിക്കുന്നത്, അല്ല അതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവള് പറയും, എനിക്ക് എന്തോ അസുഖമായിട്ടാണ് എൻ്റെ അമ്മ എന്നെ ചികിത്സിച്ചത്, അതിന് മുന്നത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. അമ്മ അത് ഇപ്പോഴും ഭയങ്കര സീക്രട്ട് ആക്കിയാ വെച്ചേക്കുന്നത് എന്നൊക്കെ അവള് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പാക്ജിനെയാണ്. അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവനിരുന്ന് കരയുന്ന കണ്ടിട്ട് നമ്മുടെ സിയോങ് പറയും, എടാ നീ വിഷമിക്കണ്ട, നമ്മുടെ ജിൻഷോയുടെ കല്യാണമല്ല, പകരം അവളുടെ ചേച്ചിയായിട്ടുള്ള ബുയോങ്ങിന്റെ മാരേജാ എന്ന്. അത് കേൾക്കുന്നവന് സമാധാനവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജിയാങ്ങും അതേപോലെ ബുയോങ്ങും കൂടി സംസാരിക്കുന്നയാ. അവിടെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ബുയോങ്ങിന്റെ കണ്ണ് ഭയങ്കര ക്ലോസ് ആയിട്ട് പിടിച്ചിരുത്തി നോക്കും. അവളുടെ കണ്ണിൽ ആ ബ്ലൂ എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയും, നീ ഒരു സോൾ ഷിഫ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ കണ്ണിൽ അത് നല്ലതുപോലെ തെളിഞ്ഞാനെ. അല്ല നീ ബുയോങ് തന്നെയാണോ, നിനക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആ ഐ സ്റ്റോൺ കാണാൻ പറ്റുമോ. അപ്പോൾ നമ്മളുടെ ബുയോങ് പറയും, ഉറപ്പായിട്ടും എനിക്ക് കാണാൻ പറ്റും, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ നമ്മുടെ ജിയാങ് മനസ്സിലാലോചിക്കും, ബുയോങ്ങിന് മാത്രമേ അതിനുള്ള പവേഴ്സ് ഉള്ളൂ എന്ന്. അതേസമയം തന്നെ അവിടെ വെള്ളത്തിലായിട്ട് ഒരാത്മാവിനെ കാണിക്കും. അതിവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ ബുയോങ്ങിന് ഒരുമാതിരി ഫീൽ ചെയ്യും. അവൾ ആ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അവരവിടെ നിന്ന് പോകുന്നതും അവിടെയായിട്ട് ഒരു മീൻപിടുത്തക്കാരൻ വരുന്നതും അയാളെ ഈ ആത്മാവ് പിടിച്ചിട്ട് അയാളുടെ ദേഹത്തായിട്ട് ഇതങ്ങ് കയറും. എന്നിട്ട് നമ്മുടെ ജിയാങ്ങിനെ ഫോളോ ചെയ്ത് വരാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സിയോങ് ആണെങ്കിൽ അവന്റെ അങ്കിളുടെ അടുത്ത് ചോദിക്കുന്ന, നിങ്ങളുടെ കല്യാണ ദിവസമായിട്ട് നിങ്ങളോട് എന്തെടുക്കുക എന്ന്. അപ്പോൾ അയാൾ പറയും, ബുയോങ്ങിനെ കാണാനില്ല എന്ന്. അതേസമയം തന്നെ അവിടെ എല്ലാവരും വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡൗട്ട് ഇപ്പൊ നമ്മുടെ പാക്ജിനിലാണ്. അവനായിരിക്കും ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയത് എന്നും പറഞ്ഞിട്ട് പാക്ജിൻ അവിടെ പറയും, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളെ കണ്ടിട്ട് കൂടിയില്ല എന്ന്. അവിടെ നമ്മളുടെ സിയോങ്ങും പറയും, അതെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ അവനല്ല ഇങ്ങനെ ഒരു പണി കാണിച്ചത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജിൻചോയ് റിവീലാക്കും, എൻ്റെ ചേച്ചി 3 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവളുടെ കല്യാണമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കായി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുയോങ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജിയാങ് ആണെങ്കിൽ നമ്മുടെ ബുയോങ്ങിനെ കൊണ്ട് അവൻ്റെ വീട്ടിൽ വരുന്നയാ. അവിടെ വളർത്തമ്മ ഇവനെ കാണുന്നതും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ നമ്മുടെ ജിയാങ് പറയും, ഇതെന്റെ കല്യാണ പെണ്ണാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വളർത്തമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അങ്ങനെ അവരകത്തോട്ട് കയറും. അതേസമയം തന്നെ നേരത്തെ അവരെ ഫോളോ ചെയ്ത് വരുന്ന ആ ആത്മാവില്ലേ അതാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ ജിയാങ്ങിന്റെ ഒരു ജോലിക്കാരന്റെ ദേഹത്തായിട്ട് അങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബുയോങ്ങും അതേപോലെ തന്നെ നമ്മുടെ ജിയാങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ബുയോങ് ആണെങ്കിൽ ഒരു കപ്പിനകത്ത് കുറച്ച് വൈൻ ഒഴിച്ചിട്ട് അവൾ അതെടുത്തങ്ങ് കുടിക്കും. എന്നിട്ട് അതെടുത്ത് നമ്മളുടെ ജിയാങ്ങിന്റെ നേർക്ക് നീട്ടിയിട്ട് പറയും, ഇത് നീ കുടിക്കണം, കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒഫീഷ്യലി മാരീഡ് ആയതുപോലെയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് അത് കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അവനത് താഴ്ത്തി അങ്ങ് വയ്ക്കും. എന്നിട്ട് അവിടെയായിട്ട് ഒരു ലാമ്പ് എടുത്ത് കാണിച്ചിട്ട് പറയും, നീ യഥാർത്ഥത്തിൽ ബുയോങ് ആണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, അതിന് വേണ്ടിയിട്ട് നിനക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. ഈ വിളക്കെന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്, അതാണെങ്കിൽ ഒരിക്കലും അണയത്തില്ല. നിന്റെ ഫാമിലിയിലുള്ള പവേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഈ വിളക്ക് അണയ്ക്കാൻ പറ്റത്തുള്ളൂ. നീ ഇത് അണച്ചു കാണിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന്. എന്നാൽ നമ്മുടെ ബുയോങ് അവിടെ പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ പവേഴ്സ് ഒന്നുമില്ല, എൻ്റെ ഓർമ്മശക്തി പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പവേഴ്സും എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ബുയോങ് ആണെങ്കിൽ അവളുടെ ബ്രേസ്ലെറ്റ് കാണിച്ചിട്ട് പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് സമയമില്ല, അവരുടനെ തന്നെ എന്നെ കണ്ടുപിടിക്കും, ഞാൻ വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവളുടെ ആ ബ്രേസ്ലെറ്റ് അങ്ങ് കടിച്ചു മുറിച്ച് കളയും. ബുയോങ് അവിടെ നിന്ന് പോവാനായിട്ടിരുങ്ങും. എന്താന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഇപ്പോൾ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബുയോങ്ങിന്റെ അമ്മ നമ്മുടെ മാസ്റ്റർലീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നിട്ട് പറയും, എൻ്റെ മോളെ
കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന്. അവിടെ നമ്മളുടെ മാസിലി പറയും അവള് നക്സു ആണ് എന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന്. എന്നാൽ നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മ പറയും എനിക്ക് അതൊന്നും യാതൊരു പ്രശ്നമില്ലാന്നും പറഞ്ഞ് നമ്മൾക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ മുതോക്ക് വെള്ളത്തിൽ വീണപ്പോൾ ഈ ജിൻ ഫാമിലിയിലുള്ള ആ ലേഡിയിലെ അവര് തന്നെയാണ് മുതോക്കിനെ രക്ഷിച്ച് അവരുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്നത്. മാസിലി ആണെങ്കിൽ ബോഡി ചെക്ക് ചെയ്തിട്ട് പറയും ഇപ്പോൾ നമ്മുടെ ബൂയോങ്ങിന്റെ ബോഡിയിലായിട്ട് നക്സു ഇപ്പൊ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഈ ബോഡിയിൽ ഇപ്പോൾ 2 ആത്മാക്കളും ഉണ്ട്. ഈ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും മരണം ഉറപ്പാണ് എന്നൊക്കെ നമ്മുടെ മാസ്റ്റർ ലീ പറയും. ഇത് കേൾക്കുന്നേ ബൂയോങ്ങിന്റെ അമ്മ പറയും എന്ത് സംഭവിച്ചിട്ടായിരുന്നാലും ഇവളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഇവൾ എന്റെ ബൂയോങ് അല്ലേ, ഇവളുടെ ഉള്ളില് ഇനി എന്തായിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും. അങ്ങനെയാണ് നമ്മളുടെ മുതോക്കിന്റെ ബോഡീനെ ഹീൽ ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മുടെ മാസ്റ്റർ ലീ പറയും ഈ ബോഡിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് നക്സൂനാണ്, അതുകൊണ്ട് തന്നെ ബോഡി ഹീൽ ആവുമ്പോൾ അവളുടെ യഥാർത്ഥ രൂപം ഏതാണോ അതിലോട്ട് മാത്രമേ ട്രാൻസ്ഫോം ആയി വരത്തുള്ളൂ എന്ന്. അവിടെ നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മ പറയും ഒരിക്കലും നക്സുന്റെ ബോഡിയും നക്സുന്റെ ആത്മാവും ഒരേപോലെ ഒരുമിച്ച് ആവാൻ പാടില്ല എന്ന്. എന്നാൽ നമ്മുടെ മാസല്ലി പറയുന്നത് തന്നെ അത് അവളുടെ ചോയ്സാണ്. അവൾക്ക് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും നക്സുമായിട്ട് മാറും. അത് കഴിഞ്ഞ് അവൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അങ്ങനെയാവുമ്പോൾ അവൾ ജിയാങ്ങിനെ പ്രേമിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്നേ ബൂയോങ്ങിന്റെ അമ്മ പറയും ഞാൻ അതിനൊരിക്കലും സമ്മതിക്കത്തില്ല, ഞാൻ അവരെ ഒരിക്കലും മീറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബൂയോങ് ആണെങ്കിൽ ജിയാങ്ങിന്റെ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവളാണെങ്കിൽ ഒരു സോൾ ഷിഫ്റ്ററിനെ കാണും. അതായത് ആ പുഴയിൽ നിന്ന് കയറി വന്ന ആത്മാവില്ലേ അതിനെ കാണുന്ന അവൾ അതിനെ ഫോളോ ചെയ്ത് പോകാനൊരുങ്ങും. ആ ആത്മാവ് നമ്മളുടെ ബൂയോങ്ങിനെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിലായിട്ട് മുക്കിക്കൊല്ലാൻ നോക്കും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജിയാങ് അവിടേക്ക് വന്നിട്ട് ബൂയോങ്ങിനെ അങ്ങ് രക്ഷിക്കും. എന്നിട്ട് ആ സോൾ ഷിഫ്റ്ററിനെ ആ വെള്ളത്തിൽ വെച്ച് തന്നെ കൊന്നു കളയും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബൂയോങ്ങിനെയും കൊണ്ട് അവൻ ആ റൂമിലായിട്ട് വരുന്നതാണ്. ബൂയോങ് ഇപ്പൊ ബോധം കെട്ടി കിടക്കുമായിരുന്നു. അവിടെ നമ്മളുടെ ജിയാങ് ബൂയോങ്ങിന് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വൈൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ വൈൻ തന്നെ അവനും കുറച്ച് കുടിക്കും. അപ്പോഴവന് ഓർമ്മ വരുന്നത് അതായത് ഇത് അവരുടെ വെഡിങ് ഡ്രിങ്ക് ആയിരുന്നില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പാക്ജിൻ ആണെങ്കിൽ ബൂയോങ്ങിന്റെ ഫോട്ടോ വരച്ചിട്ട് എല്ലായിടത്തും ഒട്ടിക്കുന്നതാണ്. എല്ലാവരും ഇവളുടെ ഫോട്ടോ കാണുന്നതും ഭയങ്കരമായിട്ട് അതിശയത്തി നോക്കി എന്നിട്ട് പറയും ഇവൾ എന്ത് സുന്ദരിയാ എന്ന്. അതേപോലെ തന്നെ ഇവളുടെ ഫോട്ടോ നമ്മുടെ സോള് കാണും. അവള് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൾ വിചാരിക്കും ബൂയോങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുതോക്കായിരുന്നില്ലേ, ഇവൾ എങ്ങനെ ആവാനാ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ഈ ബൂയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെയായിട്ട് നമ്മളുടെ ഈ ബൂയോങ് അവൻ്റെ അടുത്ത് സോറി പറയും. എന്നിട്ട് പറയും എനിക്ക് വേറൊരാളെ ഇഷ്ടവാ, നീ വേറൊന്നും വിചാരിക്കരുത് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ചിരിച്ചിട്ട് പറയും ഓക്കെ ഞാൻ ഇക്കാര്യം എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം എന്ന്. അത് കേൾക്കുന്നേ ബൂയോങ് ചോദിക്കും അപ്പോൾ നീയല്ലേ എന്നെ കല്യാണം കഴിക്കാൻ വന്നേന്ന്. അപ്പോൾ അവൻ പറയും ഇല്ല, സിയോളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്ന, ഞാൻ എൻ്റെ അങ്കിളുമായിട്ടാണ് വന്നത് എന്ന്. ഇത് കേൾക്കുന്നേ ബൂയോങ്ങിന് കാര്യമെല്ലാം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ബൂയോങ്ങിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ എന്തോ പരിചയം തോന്നുന്നുണ്ട്. അവൻ ചോദിക്കും നമ്മൾ രണ്ടുപേരും മുമ്പ് എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ ബൂയോങ് പറയും ഒരിക്കലും ഇല്ല, ഞാൻ 3 വർഷമായിട്ട് എൻ്റെ റൂമിന് പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ ജിയാങ്ങിന്റെ അടുത്ത് അവനെ വളർത്തുമ്പോൾ ഒന്ന് ചോദിക്കുന്നേ നീ ഇവിടെ കൊണ്ടുവന്ന പെങ്കൊച്ച് ആ ജിൻ ഫാമിലിയിലെ മൂത്ത പെങ്കൊച്ചാണോ എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആ ജിൻ ഫാമിലിയിലായിട്ട് നമ്മുടെ ബൂയോങ് തിരിച്ചു വരുന്നയാ. അവളെ കാണുന്നത് അവളുടെ അമ്മ ആദ്യമേ തന്നെ അവളുടെ ചെവുക്കുറ്റി നോക്കി ഒരു അടിയങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ വീണ്ടും കൊണ്ട് കളഞ്ഞു എന്ന്. ഇത്രയും പറഞ്ഞ് അവര് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ അവന്റെ അങ്കിളുടെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവരാണെങ്കിൽ നമ്മളുടെ ബൂയോങ് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നീട് കാണിക്കുന്നേ നമ്മളുടെ ഈ ബൂയോങ് അവളുടെ അമ്മയോട് ഇരുന്ന് സംസാരിക്കുന്നയാ. അവള് പറയും എന്റെ കയ്യിൽ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ അവളുടെ അമ്മ പറയും അതുകൊണ്ടാണ് നിനക്ക് എല്ലാവരുടെ ആവശ്യമുള്ളത്, ഇനിയിപ്പോ നീ എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, എല്ലാവരും നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബൂയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളുടെ കയ്യിലായിട്ട് ആ ബ്രേസ്ലെറ്റ് നോക്കും. എന്നാൽ ആ കയ്യിൽ അതില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവരൊരു സൂചിയും നൂലും എടുത്തിട്ട് ആ ഗോൾഡൻ ത്രെഡ് എടുത്ത് അവളുടെ ആ ഷോൾഡറിലായിട്ട് തുന്നി വെക്കാനായിട്ട് ഒരുങ്ങും. എന്താന്ന് വെച്ചാൽ ഇനി ആർക്കും അത് അഴിച്ചു മാറ്റാൻ സാധിക്കരുത് എന്നുള്ളൊരു മൈൻഡില്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ആ ലാൻഡേണില്ലേ അത് അണയുന്നത് അവൻ ശ്രദ്ധിക്കും. അപ്പൊ അവന് മനസ്സിലാവും ഇത് ഉറപ്പായിട്ടും നമ്മളുടെ ബൂയോങ് തന്നെ ചെയ്തായിരിക്കുമെന്ന്. അവളിപ്പോ നമ്മളുടെ ജിയാങ്ങിനെ പറ്റി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ജിൻ ഫാമിലിയില്ലേ അവരാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നമ്മളുടെ ബൂയോങ്ങിനെ റിവീൽ ചെയ്യുന്ന ദിവസമായിരുന്നു. നമ്മളുടെ ബൂയോങ്ങിന്റെ അമ്മയാണെങ്കിൽ അവളെയും കൊണ്ട് സ്റ്റേജിലായിട്ട് കയറും. അവിടെയായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫായിട്ട് ഒരാളിങ്ങനെ കയറി വരും. അവന്റെ കയ്യിലായിട്ട് ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഇപ്പോൾ കത്തിയിരിക്കുകയാണ്. ഇത് വേറെ ആരുമല്ല നമ്മളുടെ ജിയാങ് തന്നെയാ. അവരവിടെ വന്നിട്ട് ബൂയോങ്ങിനെ കണ്ടിട്ട് പറയും നീ ഈ വിളക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അണയ്ക്കുവാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ റെഡിയാണ് എന്ന്. എന്നാൽ നമ്മളുടെ ബൂയോങ് പറയും എനിക്കതിന് പറ്റത്തില്ല, എൻ്റെ കയ്യിൽ പവേഴ്സ് ഒന്നും
കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്നേം ജിയാങ് ആണെങ്കിൽ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാനായിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂയോങ് അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നതും ആ വിളക്കങ്ങ് അണഞ്ഞു പോവും. എല്ലാവരും ഷോക്കാവും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ജിയാങ് ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ എല്ലാ ലൈറ്റ്സും ഓൺ ആവും. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ് അവിടെ പറയും ഇവക്കൊരിക്കലും ജിൻ ഫാമിലിയുടെ ലീഡർ ആവാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ ഭാര്യയാണ്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെഡിങ്ങിന്റെ ആ ഒരു വൈൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് കല്യാണം കഴിച്ചത് എന്നും പറയും. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കായി പോവും. നമ്മുടെ ബൂയോങ്ങും അത് സത്യമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയും. യഥാർത്ഥത്തിൽ ബൂയോങ്ങിന് തന്നെ അറിയത്തില്ല ആ വിളക്ക് അവൾ എങ്ങനെ അണച്ചത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് ഇല്ലേ, അവനാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കും. ഇത് കാണുന്നേയും അവളും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.